ഇന്ത്യൻ വിപണിയിൽ മാസ്മരിക വളർച്ചയാണ് റോയൽ എൻഫീൽഡ് വരിക്കുന്നത്. ബുള്ളറ്റ് വിൽപ്പന വെച്ചടി ഉയരുന്നു. നിലയിൽ ക്ലാസിക് 350 മോഡലിനാണ് രാജ്യത്ത് ആവശ്യക്കാർ കൂടുതൽ. പ്രതിമാസം 40,000 മുതൽ 50,000 യൂണിറ്റുകളുടെ വിൽപ്പന മുടക്കമില്ലാതെ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 നേടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി ബുള്ളറ്റ് വാങ്ങുന്നവരുടെ എണ്ണത്തിൽ നേരിയ ഇടിവ് സംഭവിക്കുകയാണ്. വളർച്ച കൂപ്പുകുത്തിയിട്ടില്ല, പക്ഷേ വളർച്ചാ നിരക്ക് താഴാൻ തുടങ്ങുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇതാദ്യമായാണ് വളർച്ചയിൽ നേരിയ ഇടിവ് കമ്പനി കുറിക്കുന്നത്. ബുള്ളറ്റ് മോഡലുകളുടെ വില ഉയർന്നതും ശ്രേണിയിൽ ഒത്ത എതിരാളികൾ കടന്നു വന്നതും റോയൽ എൻഫീൽഡിന്റെ തിളക്കം വാങ്ങാൻ കാരണമാവുന്നു. ജാവ ബൈക്കുകൾക്കുള്ള പ്രചാരമാണ് ഇപ്പോൾ ബുള്ളറ്റുകൾ നേരിടുന്ന പ്രധാന ഭീഷണി. റോയൽ എൻഫീൽഡിന്റെ വിപണിയിൽ പുതിയ ജാവ 42 ജാവ ബൈക്കുകൾ നോട്ടമിടുന്നു. കഴിഞ്ഞ നവംബറിലാണ് ജാവ 42 മോഡലുകൾ ഇന്ത്യയിൽ ഔദ്യോഗികമായി കടന്നു വന്നത്. പിന്നാലെ ഓൺലൈൻ വെബ്സൈറ്റ് മുഖേനയും ഡീലർഷിപ്പുകൾ മുഖേനയും പുതിയ ബൈക്കുകളുടെ ബുക്കിംഗ് ജാവ തുടങ്ങി. കാലങ്ങൾക്ക് ശേഷം ബുള്ളറ്റുകൾക്ക് ഒത്ത തടിയും തൂക്കവുമുള്ള മോഡലുകൾ വന്നതുകൊണ്ടാവണം പുതിയ ജാവ ബൈക്കുകൾ എങ്ങനെയുണ്ടെന്നറിയാൻ വിപണി കാതോർത്തിരിക്കുന്നത്. എന്തായാലും ആദ്യ ബൈക്ക് ശാലയിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ 2019 സെപ്റ്റംബർ വരെയുള്ള മുഴുവൻ ജാവ മോഡലുകളും രാജ്യത്ത് ബുക്ക് ചെയ്യപ്പെട്ടു. ഇനി ജാവ ബുക്ക് ചെയ്യുന്നവർക്ക് 10 മാസത്തിൽ കൂടുതൽ കാത്തിരിക്കണം ബൈക്ക് കയ്യിൽ കിട്ടാൻ. മറുഭാഗത്ത് റോയൽ എൻഫീൽഡിന്റെ കാര്യമെടുത്താൽ നവംബർ മുതൽ വളർച്ചയുടെ വേഗം കുറഞ്ഞു. ഇക്കാര്യം ഐഷർ മോട്ടോഴ്സ് തലവൻ സിദ്ധാർത്ഥ് ലാലും സമ്മതിക്കുന്നു. പക്ഷേ ബുള്ളറ്റിന്റെ വിപണി പിടിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ ശക്തമായ വിപണന ശൃംഖല റോയൽ എൻഫീൽഡിനുണ്ട്. വിൽപ്പന മാത്രമല്ല, വിൽപ്പനാനന്തര സേവനങ്ങളിലും കമ്പനി കാര്യക്ഷമമായി ഇടപെടുന്നു. വിപണിയിൽ ധാരാളം എതിരാളികൾ നിലവിലുണ്ട്. ഇനിയും വരും ബുള്ളറ്റുകളെ കോപ്പിയടിച്ചു മോഡലുകൾ. എന്നാൽ കമ്പനിയുടെ പ്രചാരം തെല്ലു കുറയില്ലെന്ന് സിദ്ധാർത്ഥ് ലാൽ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 20 ഇരട്ടി വളർച്ചയാണ് റോയൽ എൻഫീൽഡ് കുറിച്ചത്. വിപണി വിഹിതം ഇക്കാലയളവിൽ 10% നിന്നും 30% ഉയർന്നെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ റോയൽ എൻഫീൽഡിലാണ് ശക്തമായ വിപണന ശൃംഖലയുള്ളതെന്ന് കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ബൈക്കുകളിൽ പുതിയ സാങ്കേതികവിദ്യ പ്രയോഗിക്കാൻ റോയൽ എൻഫീൽഡ് കാട്ടുന്ന വിമുഖത വരും ഭാവിയിൽ വിനയായി മാറാം. എന്തായാലും ജാവ ബൈക്കുകളുടെ കടന്നു വന്ന പശ്ചാത്തലത്തിൽ ബുള്ളറ്റിനെ പുതുക്കേണ്ടത് കമ്പനിയെ സംബന്ധിച്ച് അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.